കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മുഴുവൻ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. പ്രധാന വാർത്ത. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ വിഷു ആഘോഷത്തിന്റെ നിറവിൽ. കണിക്കൊന്നയും കണിവെള്ളരിയും ഒക്കെയായി നന്മയുടെ കണിക്കാഴ്ചയൊരുക്കി മലയാളം. യേശുക്രിസ്തു കഴുതപ്പുറത്ത് ജെറുസലമിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ഹോശാന ഞായർ ആചരിച്ചു. വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നുവന്ന വടക്കുപുറത്തുപാട്ടിന്റെ ഭക്തിനിർഭരമായ സമാപനം. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തി. BJPയുടെ ഒരു ഭീഷണിക്കും മുന്നിൽ വഴങ്ങുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് ഭീഷണിയെയും നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ട്. മുനമ്പം വിഷയത്തിൽ സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്നും VD സതീശൻ. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ വിഷു ആഘോഷത്തിന്റെ നിറവിൽ. കണിക്കൊന്നയും കണിവെള്ളരിയും ഒക്കെയായി നന്മയുടെ കണിക്കാഴ്ചയൊരുക്കി മലയാളം. മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഐശ്വര്യത്തിന്റെ കണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷത്തിന്റെ നിറവിൽ. കണിക്കൊന്നയും കണിവെള്ളരിയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളുമൊക്കെയായി ഓട്ടുരുളിയിൽ കണിയൊരുക്കൽ. കണ്ണനെ കണി കണ്ട് ഉണരുക, അത് വിഷു ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങ്. വീടുകളിൽ കുട്ടികളും മുതിർന്നവരും എല്ലാം ചേർന്ന് കണിക്കാഴ്ചയൊരുക്കും. വിഷുദിനം പുലരുന്നത് ഐശ്വര്യത്തിൻ്റെ കണിക്കാഴ്ചയോടെയാണ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളിപ്പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. കാർഷിക പെരുമയുടെ ആഘോഷം കൂടിയാണ് മലയാളികൾക്ക് വിഷു. മുതിർന്നവർ കുട്ടികൾക്ക് വിഷുക്കൈനീട്ടം നൽകലും വിഷുക്കഞ്ഞി ഒരുക്കലും വിഷുദിനത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരുമയുടെ സന്ദേശം പങ്കുവയ്ക്കുന്ന ആഘോഷം കൂടിയാണ് വിഷു. പടക്കമില്ലാതെ മലയാളിക്ക് വിഷു ആഘോഷം ചിന്തിക്കാൻ പോലും ആവില്ല. ഇത്തവണയും പടക്ക വിപണി സജീവം. ശ്യാം ഗാംഗുലിയുടെ റിപ്പോർട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേർത്തല മുട്ടം മാർക്കറ്റിന് സമീപമാണ്. നമുക്കറിയാം, ഓരോ വിഷുവിനും വിഷു വെക്കാനുള്ള കണിവള്ളി അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾക്ക് പുറമെ രണ്ടാമതൊരാൾ ഓടുന്നുണ്ടെങ്കിൽ അത് പടക്കങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം വിഷുവിന് പടക്കം എന്ന് പറയുന്നത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ്. ഇവിടെ ചേർത്തലയിലും പടക്ക വിപണി സജീവമാണ്. നമുക്ക് പടക്കം വിൽക്കുന്നത് ചേട്ടാ, പുതിയ പടക്കങ്ങളുടെ വെറൈറ്റി എന്താ? ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ഓരോ വെറൈറ്റികളാണ് വരുന്നത്. ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റിയാണ്. ഇത്തവണ നമ്മൾ കൂടുതൽ വിൽക്കുന്ന വെറൈറ്റി സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വ്യത്യസ്തമായ ഐറ്റങ്ങൾ. ഇത് ഒരു കൊരവപ്പ് തന്നെയാണ്. വ്യത്യസ്തമായൊരു ചൈനീസ് കൊരവപ്പാണ്. നമ്മൾ ചുമ്മാ ഇത് കത്തിച്ച് നാടൻ അല്ല, ചൈനീസ് കൊരവപ്പാണ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചൈനീസ് കൊരവപ്പാണ് നമ്മൾ വിൽക്കുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. കിറ്റ് കാറ്റ്, ഇതാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിറ്റ് കാറ്റ് ഐറ്റംസ്. ഇതാണ് നമുക്ക് കൂടുതൽ പോകുന്നത്. കിറ്റ് കാറ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കിറ്റ് കാറ്റ്. അത് ചെറിയ ചെറിയ പടക്കമാണ്. ഇങ്ങനെ പൊട്ടി പൊട്ടി നിൽക്കും. ഒരു പാക്കറ്റിൽ ഒരു 10 ഉണ്ടാകും. കുട്ടികൾക്ക് വേറെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ്. അത് കൂടുതൽ ആളുകൾ വന്ന് പ്രായമായവരെ ഒന്ന് ഇത് വേണമെന്ന് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. അതെ, എല്ലാ പ്രാവശ്യം നമ്മൾ കൂടുതൽ വയ്ക്കുന്ന ഒരു ഐറ്റമാണ്. വേറെ വ്യത്യസ്തമായ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പിത്തിരി തന്നെ വളരെ കളറ് വലിയ വ്യത്യസ്തമായ കളറുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. സ്പാർക്ക് ഉള്ളത്, സ്പാർക്ക് ഇല്ലാത്തതൊക്കെ ഉണ്ട്. പാളിപ്പടക്കം തന്നെ പല ടൈപ്പിൽ ഇപ്പോൾ വ്യത്യസ്തമായ പുതിയ പാളിപ്പടങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഇപ്രാവശ്യത്തെ വിഷു കച്ചവടം ഗംഭീരമാണ്. പഴയതായിട്ട് തുടരുന്ന സാധനങ്ങളാണ് നമ്മുടെ നാടൻ നിലാത്തിരി, കമ്പിത്തിരി, അങ്ങനെ സ്ഥിരം നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ്.
ഓലപ്പടക്കം നിയമപരമായിട്ട് നമുക്ക് വിൽക്കാൻ പാടില്ല, അത് നമ്മൾ വിൽക്കുന്നില്ല. വലിയ ഗുണ്ടുകൾ അങ്ങനെയുള്ള പടക്കങ്ങൾ വിൽക്കാൻ നിയമപരമായിട്ട് പാടില്ല. ഗുണ്ടുകളൊന്നും ഒന്നും വിൽക്കാൻ പാടില്ല. അതില്ല, അത് വിൽക്കാൻ പറ്റത്തില്ല. നിരോധിച്ചിരിക്കുന്ന സാധനങ്ങൾ. പൊട്ടുന്ന ഐറ്റങ്ങൾ വളരെ കുറവാണ്. കൂടുതലും നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളാണ് നമുക്ക്. ഇവിടെ എല്ലാവിധ പടക്കങ്ങളും ഇവിടെ ഉണ്ട്. ഓലപ്പടക്കം, മറ്റേ ഈ ഗുണ്ട് ഈ സാധനങ്ങളൊന്നും ലൈസൻസുകൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. മറ്റുള്ള സൈഡിലൊക്കെ വിൽക്കുന്നുണ്ട്, ലൈസൻസ് ഇല്ലാത്തവർ വിൽക്കുന്നുണ്ട്. ഇവിടെ 360 ദിവസം ഈ നമ്മുടെ കുഞ്ഞുമഞ്ചേട്ടൻ പടക്കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. കൊട്ടക്കട ഇതൊക്കെയാണ് പുള്ളിയുടെ ബിസിനസ്. പിന്നെ ഇവിടെ ഇപ്പോൾ കമ്പിത്തിരി, ഈ സാധനങ്ങൾ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. ഇരിക്കുന്ന ഗുണ്ടില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആവശ്യമാണെന്ന് പിന്നെ ഈ വെറൈസ് മേലിപ്പോൾ പൊട്ടുന്നത് നേരെ മേളിൽ ഇപ്പോൾ പൊട്ടുന്ന സാധനങ്ങളാണ് മേടിക്കണത്. അതുപോലെ തന്നെ ഡ്രോൺ ഉണ്ട്, കറങ്ങി പോകണം, മേളിലേക്ക് പോകണം, ഡ്രോണുണ്ട്. പിന്നെ ഈ വെച്ച് മഴ പോലെ പെയ്യുന്ന ഈ സാധനങ്ങൾ, ഇതൊക്കെ വേണം ആൾക്കാർ ചോദിക്കണം. പടക്കങ്ങൾ പിള്ളേരുള്ളതല്ലേ, പടക്കങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരു 2-3 ഐറ്റമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി അത് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 2ാമത് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. പൊള്ളുന്നുണ്ട്. അതിപ്പോൾ ഓരോ വർഷം ചെല്ലുന്നത് പൊള്ളിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ പടക്കവും മേടിച്ച്, കമ്പിത്തിരി, പാളിപ്പടക്കം, മത്താപ്പ് എല്ലാം മേടിച്ചു. വില കൂടുതലാണ്, പൊട്ടണ വില. ഇലക്ഷൻ്റെ തിരക്കുകൾക്കിടയിലാണ് ഓടി വന്ന് പടക്കം മേടിക്കാമെന്ന് പറഞ്ഞ് വന്നത്. പക്ഷേ പൊള്ളുന്ന ചൂടിനേക്കാൾ പൊള്ളുന്ന വിലയാണ് ഈ പടക്കങ്ങൾക്കൊക്കെ. അപ്പോൾ എങ്ങനെ മേടിക്കുമെന്ന് ആലോചിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് നിങ്ങളിവിടെ എത്തിയത്. പടക്കങ്ങൾക്കൊക്കെ പൊള്ളുന്ന വിലയാണെങ്കിലും ആൾക്കാർ എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലവും പടക്കങ്ങൾ വാങ്ങുന്നുണ്ട് കുട്ടികൾക്ക് പൊട്ടിക്കുവാനായി. ക്യാമറമാൻ ഉന്മേഷ് കോട്ടയത്തിനൊപ്പം ശ്യാം, ചേർത്തല. വിഷു കാർഷികാഘോഷം കൂടിയാണ്. കൃഷിമന്ത്രി പി പ്രസാദ് ജനങ്ങൾക്ക് വിഷു ആശംസകൾ നേർന്നു. നന്മയുടെ വിളനിലമായ വിഷു നാടിനും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് മന്ത്രി പി പ്രസാദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വിഷുവിന് മുന്നോടിയായി തന്നെ വിഷു വരുന്നതായി നമ്മളെ അറിയിക്കുന്നത് കണിക്കൊന്നകൾ പൂത്തുകൊണ്ടാണ്. വിഷുവിന് കണിക്കൊന്ന പൂക്കും, ഓണത്തിന് തുമ്പയും പൂക്കും. പ്രകൃതി തന്നെ ഈ ആഘോഷങ്ങളിൽ, ഉത്സവങ്ങളിൽ പങ്കാളിയാവുന്ന അത്യപൂർവമായ, അസുലഭ സുന്ദരമായ മനോഹര കാഴ്ചയാണ് ഇതെല്ലാം മലയാളിക്ക് സമ്മാനിക്കുന്നത്. വിഷുവിന് വേണ്ടി ഒരുക്കുന്ന കണിക്കാഴ്ചകളിൽ ഏറിയ പങ്കും കാർഷിക വിഭവങ്ങളാണ്. കണി കാണുന്നതോ അടുത്ത 1 വർഷക്കാലം സമ്പൽ സമൃദ്ധമാവാൻ വേണ്ടിയിട്ടാണ്, ഐശ്വര്യപൂർണ്ണമാവാൻ വേണ്ടിയാണ്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉളവാകുന്നത് ഈ വിഭവങ്ങൾ ഇത് കാണുമ്പോഴാണ് എന്ന് മലയാളിക്ക് പണ്ടേ അറിയാം. കാർഷിക വിഭവങ്ങളാണ് നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാർഷിക വിഭവങ്ങളാണ് നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രത്യേകമായി ഒരുക്കിവെച്ച് അതിലേക്ക് കൺ തുറന്ന് നമ്മൾ ഐശ്വര്യപൂർണ്ണമായൊരു കാലം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഇഷ്ടപ്പെടുന്നത്, പ്രയത്നിക്കുന്നത്. വിഷു ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളും രീതികളും എല്ലാമാണ്. നമ്മുടെ ഐശ്വര്യവും നമ്മുടെ സമ്പൽ സമൃദ്ധിയും എല്ലാം ചേർന്ന് നിൽക്കുന്നത് കാർഷിക വിഭവങ്ങളിൽ ആണ്. അത് കേവലമായ ഒരു ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഭാഗമായി മാത്രം അല്ല. ഇവയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഘടകം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇനം കാർഷിക വിഭവങ്ങൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കണി കാണുന്നത് ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായൊരു നല്ല കാലത്തെ പ്രതീക്ഷിക്കുന്നത് ഈ വിഭവങ്ങളിലൂടെയാണ്, ഈ കാർഷിക വിഭവങ്ങളിലൂടെയാണ്, അവയുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്കതെല്ലാം നേടാനും കഴിയുക. അപ്പോൾ കൃഷി, ഭക്ഷണം, ആരോഗ്യം, ജീവിതം എന്നിവയെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു എന്ന് തന്നെ പറയാൻ കഴിയും. വിഷു കാഴ്ചകൾ കണ്ട്, വിഷു കൈനീട്ടങ്ങൾ വാങ്ങി, വിഷുക്കോടി ഉടുത്ത് മലയാളി വിഷുവിനെ സ്വീകരിക്കുമ്പോൾ ഈ മണ്ണും നമുക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. കണിക്കുന്നകൾ പൂത്തുലഞ്ഞ് ഈ മഞ്ഞപ്പൂക്കൾ വാരി വിതറി ഐശ്വര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനത്തെ ഈ നമ്മുടെ കാഴ്ചയ്ക്കും നമ്മുടെ മനസ്സിനും എല്ലാം വേണ്ടിയിട്ട് സമ്മാനിക്കുമ്പോൾ പ്രകൃതിയും മനുഷ്യനും കൈകോർക്കുന്ന ഒരു മഹോത്സവമായി വിഷു മാറുകയാണ്. ആരോഗ്യത്തെ കൂടി കണക്കിലെടുക്കുമ്പോൾ വിഷു കാഴ്ചകളെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടത് അനിവാര്യമാകുന്നുണ്ട്.
മണ്ണിൽ യാഥാർത്ഥ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതവും ആകുന്നുണ്ട്. ആ ചിന്തകളിലൊക്കെ കൂടി മനസ്സുകൂടി തുറക്കാൻ നമുക്ക് കഴിയട്ടെ. വിഷുവിന് പുത്തൻ കാഴ്ചകൾ കണ്ട് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കണികൾ കണ്ട് ഉണരുന്ന നമ്മൾക്ക് ഐശ്വര്യപൂർണമായൊരു നാളിനെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മണ്ണിനെയും കൂടി ചേർത്ത് വെക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ വിനയപൂർവമായ ആഗ്രഹം, അഭ്യർത്ഥന. എല്ലാവർക്കും ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. യേശുക്രിസ്തു കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു. വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമായി. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു. ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഓശാന ഞായർ ആചരണ പരിപാടികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രശസ്ത വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കി സെൻറ് മേരീസ് ഫൊറോന പള്ളിയിൽ പുലർച്ചെ തന്നെ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ 6-ന് കുരുത്തോല വെഞ്ചരിപ്പ് നടന്നു. ഫാദർ ആൻഡോ മംഗലശ്ശേരി വചനപ്രഘോഷണം നടത്തി. ചേർത്തല MLA കൂടിയായ മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ പങ്കെടുത്തു. കുരുത്തോല വാങ്ങി പ്രദക്ഷിണത്തിൽ മന്ത്രി അണിനിരന്നു. വെളിച്ചം ഇരുട്ടിനെ അകറ്റുന്ന ഒന്നാണ്. ലോകത്തിൻ്റെ ഇരുട്ടിനെ അകറ്റിയതാണ് ക്രിസ്തുദേവൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്തായിയുടെ സുവിശേഷം കൃത്യതയോടുകൂടി എന്നവണ്ണം അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാവുക എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളായിരുന്നു അത്. സത്യവേദ പുസ്തകത്തിൽ ഏറ്റവും കൂടുതലായി ഗാന്ധിജി ആകർഷിച്ച വാക്കുകളായിരുന്നു അത്. ലോകത്തിൻ്റെ വെളിച്ചമാവുക എന്നും ഭൂമിയുടെ ഉപ്പാവുക എന്നും. ഈ കാലഘട്ടം നമ്മളോട് ചോദിക്കുന്നത് ഏറ്റവും പ്രസക്തമായ ആ ചോദ്യമാണ്. അതിന് വേറെ എന്തെങ്കിലും കുറുക്കുവഴികളുണ്ടെന്നല്ല യേശുദേവൻ നമ്മളോട് പറഞ്ഞത്. ഏതെങ്കിലും കുറുക്കുവഴികൾ തേടണം എന്നുമല്ല. അതിന് നമ്മൾ നമ്മളെ തന്നെ പവിത്രീകരിക്കേണ്ടതുണ്ട്, ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇടപെടലുകൾ അത്തരത്തിലാകേണ്ടതുണ്ട്. സാധാരണ മനുഷ്യൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഒരു വലിയ ദൗത്യമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചത്, ലോകത്തെ പഠിപ്പിച്ചത് ക്രിസ്തുദേവനാണ്. കുരുത്തോല പ്രദക്ഷിണത്തിലും അനുബന്ധ ചടങ്ങുകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വികാരി ഫാദർ ജോർജ് എടയെടുത്ത്, സഹവികാരി ഫാദർ ലോബോ ലോറൻസ് ചക്രശ്ശേരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് കൺവെൻഷൻ്റെ സമാപനവും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. കുട്ടനാട് കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി തിരുക്കുടുംബ ദേവാലയത്തിലും ഓശാന ഞായർ ആചരിച്ചു. 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കുട്ടനാട് കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി തിരുക്കുടുംബ ദേവാലയത്തിലെ ഓശാന ഞായർ ആചരണത്തിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ലിജോ കുഴിപ്പള്ളി നേതൃത്വം നൽകി. കുരുത്തോല വിതരണവും കൽക്കുരിശ് ചുറ്റിയുള്ള പ്രദക്ഷിണവും അതിനെ തുടർന്ന് ഓശാന ഞായർ സന്ദേശവും വിശുദ്ധ കുർബാന അർപ്പണവും കഴിഞ്ഞാണ് വിശ്വാസികൾ മടങ്ങിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നുവന്ന വടക്കുപുറത്ത് പാട്ടിന് ഭക്തി നിർഭരമായ സമാപനം. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അപൂർവമായ ചടങ്ങിൽ പങ്കെടുക്കാൻ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നുവന്ന വടക്കുപുറത്ത് പാട്ട സമാപിച്ചു.
ഇനി 12 വർഷത്തിന് ശേഷമാണ് അടുത്ത വടക്കുപുറത്ത് പാട്ട് നടക്കുക. 64 കൈകളിൽ ആയുധങ്ങളേന്തിയ വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന ഭദ്രകാളിയുടെ രൂപം അവകാശികളായ പുതുശ്ശേരി കുറുപ്പന്മാർ എഴുതിയത് ഞായറാഴ്ച രാവിലെ 10 മുതൽ രാത്രി 10 വരെ ഭക്തർക്ക് ദർശിക്കാൻ കഴിയും. കഴിഞ്ഞ 27 ദിനരാത്രങ്ങളിലായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന കോടിയർച്ചനയും ഇതോടൊപ്പം സമാപിച്ചു. അർച്ചനയുടെ അഭിഷേകം ഞായറാഴ്ച രാവിലെ 8:30 നടത്തി. ടൈം ന്യൂസ്, വൈക്കം. ജാതീയതയും വർഗീയതയും ഭിന്നതയും വളർത്തി ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത പരസ്പരം പാലൂട്ടി വളർത്തുകയാണെന്നും VD സതീശൻ ആലപ്പുഴയിൽ പറഞ്ഞു. KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു VD സതീശൻ. ജാതീയതയും വർഗീയതയും വളർത്തി അതിൽ നിന്ന് മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത പരസ്പരം പാലൂട്ടി വളർത്തുന്നുവെന്നും VD സതീശൻ ആലപ്പുഴയിൽ പറഞ്ഞു. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ. അതിൻ്റെ അകത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്, രണ്ടുമുണ്ട്. ഞാൻ അവരെ രണ്ടു കൂട്ടരെ കുറിച്ച് പറയുന്നത് അവർ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. അവർ തന്നെ അങ്ങോട്ടും വളർത്തുന്നത്. അപ്പുറത്തെ ഏറ്റവും വർഗീയത ഉള്ളവൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പുറത്തുള്ളവർ സ്കോപ്പുള്ളൂ. ഭൂരിപക്ഷ വർഗീയതമായി മുന്നിട്ടിറങ്ങുന്നവരുണ്ടെങ്കിൽ മാത്രമേ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് സ്കോപ്പുള്ളൂ. ഇവിടെ ന്യൂനപക്ഷ വർഗീയത ആദ്യം കത്തിച്ചാൽ മാത്രമാണ് ഭൂരിപക്ഷത്തിലെ വർഗീയതയ്ക്ക് സ്കോപ്പുള്ളൂ കേരളത്തിൽ. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ പരസ്പരം പോരടിക്കുന്നുണ്ട്. എങ്കിലും ഇവർ സുഹൃത്തുക്കളാണ്. KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഒരു ലാഭത്തിന് വേണ്ടിയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കരുത്. കേരളത്തിന് നവോത്ഥാന സമിതിയിൽ നിന്ന് പുന്നല ശ്രീകുമാർ രാജിവെച്ചത് നല്ല തീരുമാനമായിരുന്നു. ഇത് തന്നെ വിസ്മയിപ്പിച്ചു. സർക്കാർ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇരയാകുന്നത് പട്ടിക വിഭാഗങ്ങളാണെന്നും VD സതീശൻ ആലപ്പുഴയിൽ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. BJPയുടെ ഒരു ഭീഷണിക്കും വഴങ്ങുന്ന പ്രസ്ഥാനങ്ങളല്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് ഭീഷണിയായും നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ട്. മുനമ്പം വിഷയത്തിൽ സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്നും VD സതീശൻ ആലപ്പുഴയിൽ പറഞ്ഞു. ആ ഭീഷണിക്കൊന്നും വഴങ്ങുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസും. ഒരു BJPക്കാരനും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെയും ഭീഷണിപ്പെടുത്തല്ല. പാലക്കാടത്തെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങും, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകും. ഇതെല്ലാം വെറുതെ ഭീഷണികളാണ്. അത് അവരുടേതായ ഒരു രീതിയാണ്. അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല. ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കമുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഞങ്ങൾ അവരെ സംരക്ഷിക്കും. ഒരു BJPക്കാർക്കും ഭയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ സർക്കാർ മുനമ്പത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കൊടുത്ത കേസ് വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിൽ പോയി വഖഫ് ട്രൈബ്യൂണലിൻ്റെ നടപടിക്രമങ്ങൾക്ക് സ്റ്റേ വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മെയ് 19 ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണലിൻ്റെ കാലാവധി തീരുകയാണ്. മെയ് 29 വരെ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അതിനർത്ഥം ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണൽ മുനമ്പം നിവാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്ന് ഭയന്നിട്ടാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത്. ട്രൈബ്യൂണലിൽ നിന്ന് നീതിപൂർവമായൊരു വിധി ഉണ്ടാകുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. ആ ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് വഖഫ് മന്ത്രിയുടെ കൂടി അനുമതിയോട് കൂടിയാണ് കോടതിയിൽ പോയി ഇത് സ്റ്റേ മേടിച്ചിരിക്കുന്നത്. 19 കാലാവധി കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് വരുന്ന വഖഫ് ട്രൈബ്യൂണൽ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഘടന മാറിയിട്ടുള്ള പുതിയ ട്രൈബ്യൂണലാണ് വരാൻ പോകുന്നത്. അപ്പോൾ മുനമ്പത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി മനഃപൂർവ്വമായി സംസ്ഥാന ഗവൺമെന്റ് വൈകിപ്പിക്കുകയാണ്. എന്നിട്ടാണ് സംഘപരിവാറിൻ്റെ ഒരു അജണ്ട. ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ്. ശരിക്കും മുനമ്പത്തെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ അവരുടെ കീഴിലുള്ള ഈ വഖഫ് ബോർഡ് പൂർണ്ണമായി വഞ്ചിക്കുകയാണ്. അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം അവകാശം സെക്ഷൻ 97 അനുസരിച്ച് സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് വഖഫ് ബോർഡ് ഈ കോടതിയിൽ പോയി ഇങ്ങനെ ഒരു സംഭവം
ചെയ്തിരിക്കുന്നത്. നാടകഗാനങ്ങൾ ആസ്വദിക്കുന്നവർക്കായി ഒരു ഉപഹാരം. പ്രശസ്ത ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുലിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 5 നാടകഗാനങ്ങൾ പുറത്തിറങ്ങുന്നു. ഏപ്രിൽ 18-നാണ് പ്രകാശന കർമ്മം നടക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായി. ദക്ഷിണമൂർത്തി സ്വാമിയെ അനുസ്മരിക്കുന്നതിലൂടെയാണ് ആ പേരെടുത്തത്. അർജുന 10 എന്ന പേരും അർജുന മാഷുമായിട്ട് 10 നാടകങ്ങൾ, അർജുനൻ്റെ 10 പര്യായങ്ങൾ, ഇതൊക്കെ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടും മലയാള അധ്യാപകനായതുകൊണ്ടും ഒക്കെയാണ് ആ പേരിട്ടത്. ഇത് നമ്മൾ ഈ മാസം ഏപ്രിൽ 18-ാം തീയതി വെള്ളിയാഴ്ച, അന്ന് മറ്റൊരു സുവിശേഷം കൂടി എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനും അമ്പി ടീച്ചറും എൻ്റെ വൈഫും വിവാഹം കഴിഞ്ഞ 54ാമത് വിവാഹ വാർഷികമാണ്. അപ്പോൾ അന്ന് ബന്ധുജനങ്ങളെയെല്ലാം കുറേ പേരെ അടുത്തുള്ളവരും പിന്നെ എൻ്റെ അധികമുള്ള മിത്രങ്ങളും ഒക്കെ കൂടി ചേർത്ത് വീട്ടിലൊരു ഉച്ചയ്ക്ക് ഒരു സസ്യഭോജനവും ഈ പാട്ടുകളുടെ റിലീസിങ്ങാണ്. അപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ സുന്ദരം കല്ലായി അധ്യക്ഷത വഹിക്കുന്ന ഈ അന്നത്തെ ചെറിയ സംഗമത്തിൽ സുപ്രസിദ്ധനായ നമ്മളുടെ ആർട്ടിസ്റ്റ് സുജാതൻ മുഖ്യാതിഥിയായിട്ട് ഉദ്ഘാടനം ചെയ്യും. നാടകഗാനങ്ങൾ ആസ്വദിക്കുന്നവർക്കായി വേറിട്ട ഉപഹാരം. പ്രശസ്ത ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുലിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തെരഞ്ഞെടുത്ത 5 നാടകഗാനങ്ങൾ വീണ്ടും പുറത്തിറങ്ങുന്നു. ഏപ്രിൽ 18-നാണ് പ്രകാശനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സംഗീത സംവിധായകൻ ബി ദക്ഷിണാമൂർത്തിയുമായി ചേർന്ന് ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുൽ കലാനിലയം സ്ഥിരം നാടകവേദിക്ക് വേണ്ടി ഒരുക്കിയ 32 നാടകഗാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 ഗാനങ്ങൾ ഗാനാസ്വാദകർക്കായി വീണ്ടും എത്തുന്നു. സുനിൽ പള്ളിപ്പുറം സംഗീത സംയോജനം നിർവഹിച്ച പാട്ടുകൾ ഗാനാസ്വാദകർക്ക് സംഗീത വിരുന്നൊരുക്കും. 40 വർഷം മുമ്പ് ഒരുക്കിയ ഗാനങ്ങളാണ് വീണ്ടും അവതരിപ്പിക്കുന്നത്. ദക്ഷിണായനം എന്ന പേരിൽ പൂച്ചാക്കൽ ഷാഹുലിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രകാശനം. ഏപ്രിൽ 18-ന് രാവിലെ 11:30-ന് പൂച്ചാക്കൽ ഷാഹുലിൻ്റെ വസതിയായ ഷാലിമാറിൽ നടക്കുന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് സുജാതൻ പാട്ടുകൾ പുറത്തിറക്കും. നാടകരചയിതാവും സംവിധായകനുമായ സുന്ദരൻ കല്ലായി അധ്യക്ഷനാവും. ദലീമ ജോജോ MLA മുഖ്യാതിഥിയാവും. പൂച്ചാക്കൽ ഷാഹുലിൻ്റെയും അമ്പി ടീച്ചറിൻ്റെയും 54-ാം വിവാഹ വാർഷിക ദിനം കൂടിയാണ് ഏപ്രിൽ 18. 1982-ൽ പുറത്തിറങ്ങിയ കലാനിലയത്തിൻ്റെ നാറാണത്ത് ഭ്രാന്തൻ, 83-ൽ പുറത്തിറങ്ങിയ പുലയനാർ കോട്ട, 85-ൽ പുറത്തിറങ്ങിയ കിരീടം വെച്ച ഭ്രാന്തൻ, ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിൻ്റെ സൂര്യകാലടി എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ ദലീമ ജോജോ MLA, സുനിൽ പള്ളിപ്പുറം, പൂച്ചാക്കൽ രമേശ്, അയൂബ് റഷീദ്, അമൃത വിജയൻ എന്നിവർക്കൊപ്പം സംഗീത സംയോജനം നിർവഹിച്ച സുനിൽ പള്ളിപ്പുറവും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. 300ഓളം നാടകങ്ങൾക്കായി 1000-ലേറെ ഗാനങ്ങൾ രചിച്ച പൂച്ചാക്കൽ ഷാഹുൽ സംഗീത നാടക അക്കാദമി അവാർഡും സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡും നേടിയിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ കോച്ചസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫുട്ബോൾ കോച്ചസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ചത്തിയറ VHS സ്കൂൾ ഗ്രൗണ്ടിൽ ഞായറാഴ്ചയും കലവൂർ ലിമിറ്റഡിലെ സ്പോർട്സ് ഹബിൽ 19-നും ടൂർണമെന്റ് നടത്തും. ടൂർണമെന്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കളിക്കാരെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിവിധ അക്കാദമികളിലായി പരിശീലന മത്സരങ്ങളും ദീർഘകാല പരിശീലന പദ്ധതികളും അസോസിയേഷൻ നടത്തും. പഞ്ചായത്ത് അംഗം ജയപ്രകാശ്, അസോസിയേഷൻ പ്രസിഡന്റ് CR ശശി, സെക്രട്ടറി ശ്രീരഞ്ജൻ, R. ബിനു, നിക്സൺ, പ്രവീൺ, വിജയൻ ഇരുമ്പനം, സുജിത്, സൂര്യമോൾ, നിക്സൺ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. 3 നാൾ നീണ്ടുനിന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മുബാറക് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫ്ലഡ് ലൈറ്റ് കൗണ്ടി ക്രിക്കറ്റിന് തുടക്കമായി. വലിയകുളം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ സമരത്തിന്റെ ഭാഗമായി നമുക്കിത് കാണാൻ പറ്റണം. ഒറ്റക്കൊറ്റയ്ക്ക് ഏതെങ്കിലും ചുമ നിറവേറ്റപ്പെടുക എന്ന് മാത്രമല്ല, ഒരു നാടിൻ്റെ ആകെ വികാരമായി ഈ നാടിനെയും നമ്മുടെ നാടിൻ്റെ യൗവനത്തെയും കാർന്നു തിന്നുന്ന ലഹരിയെ നമ്മൾ തോൽപ്പിക്കും എന്ന ഉറച്ച പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നിശ്ചയമായിട്ടും കഴിയണം. എത്രമാത്രം ഭീകരതയോടെ ഒരു മനുഷ്യൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ജീവിതത്തിലേക്ക് കാർന്നു തിന്നുന്ന ഒന്നാണ് ലഹരി എന്നുള്ളത്
സമീപകാലത്തെ കുറേ അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യുവതലമുറ ലഹരിക്കടിമകളായി മാറാതിരിക്കാൻ ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന കലാകായിക മത്സരങ്ങൾ ഏറെ സഹായകരമാണെന്നും ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ക്ലബ്ബ് രക്ഷാധികാരിയുമായ VG വിഷ്ണു അധ്യക്ഷനായി. കൗൺസിലർമാരായ B നസീർ, ക്ലാരമ്മ പീറ്റർ, B അജേഷ്, മുൻ കൗൺസിലർ KJ പ്രവീൺ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് VK നാസറുദ്ദീൻ, സെക്രട്ടറി ഷെരീഫുട്ടി എന്നിവർ സംസാരിച്ചു. 32ഓളം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഞായറാഴ്ച സമാപിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാടെങ്ങും ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. സംസ്ഥാനത്താകെ 5000-ഓളം കരയോഗങ്ങളിൽ ഒരേ സമയത്താണ് ലഹരിവിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. NSSന്റെ നേതൃത്വത്തിൽ നാടെങ്ങും ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. സംസ്ഥാനത്താകെ 5000-ഓളം കരയോഗങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത്. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ ആഹ്വാനപ്രകാരമാണ് പരിപാടി ഒരുക്കിയത്. ചേർത്തല ടൗൺ NSS കരയോഗവും വനിതാ സമാജവും സംയുക്തമായിട്ടാണ് ലഹരിവിരുദ്ധ ദിനാചരണം ഒരുക്കിയത്. കരയോഗം പ്രസിഡന്റ് GS നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KN സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചേർത്തല CA G അരുൺ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കരയോഗം വൈസ് പ്രസിഡന്റ് KP വേണുഗോപാൽ, ഖജാൻജി R ജയപ്രകാശ്, വനിതാ സമാജം പ്രസിഡന്റ് സുശീല അരവിന്ദ്, സെക്രട്ടറി സിമി സുരേഷ് എന്നിവർ സംസാരിച്ചു. R രാജഗോപാൽ, P മുരളീധരൻ നായർ, ബീന അജി, കരയോഗ ഭരണസമിതി അംഗങ്ങൾ, വനിതാ സമാജം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ പങ്കെടുത്ത കുട്ടികൾ ഉൾപ്പെടെ മുഴുവൻ പേരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ആയിരന്തൈ പൊൻപുറം മദ്രസകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തൈക്കൽ ആയിരന്തൈ മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല തൈക്കൽ ആയിരന്തൈ കേരള ഷറഫൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ പ്രവേശനോത്സവം നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മയക്കുമരുന്നിന്റെ വളരെയധികം നമ്മുടെ വീടുകളിലും നമ്മുടെ മക്കളിലുമൊക്കെ അത് വളരെയധികം കാണുവാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ മാതാപിതാക്കൾ ആ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പരിപൂർണമായും മാറ്റിയെടുക്കുവാൻ കഴിയും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകരും അതുപോലെ മദ്രസ അധ്യാപകരും ഒക്കെ ആ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നുകളിൽ നിന്നും നമ്മുടെ മക്കളെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൾ ലത്താഫി അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണവും മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജമാഅത്ത് വൈസ് പ്രസിഡന്റ് KO ബഷീർ ക്ലാസ് എടുത്തു. PT പ്രസിഡന്റ് അജ്മൽ, സെക്രട്ടറി ജീബ് ഷാദ് എന്നിവർ സംസാരിച്ചു. തുറവൂർ ചാവടി പൊൻപുറം മഹൽ നൂറുൽ ഹുദ മദ്രസയിലും പ്രവേശനോത്സവം നടന്നു. ഇതോടൊപ്പം ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. മഹൽ ഇമാം അബ്ദുൽ റഹീം ഫാളിലി ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യയും കൊലപാതകവും എന്ന വിഷയത്തിൽ ചേർത്തല എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ സിയാദ് ക്ലാസ് എടുത്തു. യോഗത്തിൽ മഹൽ പ്രസിഡന്റ് നിസാർ കോതങ്ങനാട് അധ്യക്ഷത വഹിച്ചു. മഹൽ സെക്രട്ടറി ലിയാഖത്ത് അലി, അബ്ദുൾ റസാഖ് അൽ ഖാസിമി, ശിഹാബുദ്ദീൻ മുസ്ലിയാർ, ഷാനവാസ്, ബാദുഷ മൗലവി, നൗറാജ്, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല നഗരസഭ 7ാം വാർഡ് കുടുംബശ്രീയുടെയും കൗൺസിലറുടെയും നേതൃത്വത്തിൽ വിധവാ സംഗമം സംഘടിപ്പിച്ചു. ആലംബം 2025 എന്ന പേരിലാണ് വിധവാ സംഗമം സംഘടിപ്പിച്ചത്. ചേർത്തല നെടുമ്പ്രക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ നടന്ന വിധവാ സംഗമം പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചേർത്തല CMC 7ാം വാർഡ് കമ്മിറ്റിയുടെയും കൗൺസിലറിന്റെയും ആഭിമുഖ്യത്തിൽ ആലംബം 25 വിധവ അഗതി സംഗമം സംഘടിപ്പിച്ചു. ഏപ്രിൽ 13 ഞായറാഴ്ച പകൽ 2:30 ചേർത്തല നെടുമ്പ്രക്കാട് ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പിന്നോക്ക വികസന വിഭാഗ കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ വരെ അവർക്ക് വായ്പ കൊടുക്കും. അതിൽ അടുത്ത് കഴിയുമ്പോൾ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കും. 1 ലക്ഷം രൂപ സർക്കാർ വെറുതെ അവർക്ക് കൊടുക്കണം സബ്സിഡിയായിട്ട്. അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. പുനർജനി എന്നാണ് അതിൻ്റെ പേര്. സിംഗിൾ വിമന് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. 1 ലക്ഷം രൂപ മുതലെടുക്കാം, 50,000 എടുക്കാം, 5 ലക്ഷം വരെ എടുക്കാം. 1 ലക്ഷം എടുക്കുമ്പോൾ 20,000 രൂപ തിരിച്ചു കിട്ടും. അടച്ചു കഴിഞ്ഞാൽ 20,000 രൂപ തിരിച്ചു കിട്ടും. 80,000 അടച്ചാൽ മതി. 1 ലക്ഷം എടുക്കുന്നതിന് പ്രത്യേക വീടൊന്നും കൊടുക്കണ്ട. കരാടത്തിനനുസരിച്ച് വാർഡ് കൗൺസിലർ S അനീഷ് അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പച്ചക്കറി കിറ്റുകളുടെ വിതരണ കർമ്മം നിർവഹിച്ചു. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് അഗതികളായ വിധവകൾക്ക് വിഷുക്കൈനീട്ടവും വിതരണം ചെയ്തു.
കീബോർഡ് പരിശീലനത്തിനിടെ പള്ളിയിൽ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. തകഴി വിരിപ്പാല സെന്റ് ജൂഡ് ദേവാലയത്തിലാണ് എഡ്വിൻ ലിജോ എന്ന 16 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചത്. തകഴി വിരിപ്പാല തൈപ്പറമ്പിൽ ലിജോയുടെയും പ്രിയയുടെയും മകൻ 16 വയസ്സുള്ള എഡ്വിൻ ലിജോയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കീബോർഡ് പരിശീലനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സഹോദരൻ ആൽബിൻ ലിജോ. കാട്ടൂർ ഹനുമൽ ക്ഷേത്രത്തിലെ ആനയൂട്ടും പകൽപൂരവും ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പകൽപൂരത്തിലും ആനയൂട്ട് ചടങ്ങിലും പങ്കെടുത്തത്. കാട്ടൂർ ഹനുമൽ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പകൽപൂരവും ഗജപൂജയും ഭക്തിസാന്ദ്രമായി. 9 ഗജവീരന്മാർ അണിനിരന്ന പകൽപൂരം കാഴ്ചക്കാർക്ക് ദർശന വിരുന്നൊരുക്കി. പല്ലാട്ട് ബ്രഹ്മദത്തനും കുളമാക്കിൽ പാർത്ഥസാരഥിയും ഉൾപ്പെടെ 9 ഗജവീരന്മാർ അണിനിരന്ന പകൽപൂരം മണിക്കൂറുകളോളം ദർശന സായുജ്യമായി. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് നടന്ന പകൽപൂരം കാണാൻ വിദേശികളും എത്തിയിരുന്നു. കൊട്ടാരം, സംഗീത് മാരാർ, ശ്യാംകുമാർ മാരൻകുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും ഹൃദ്യമായി. പകൽപൂരത്തിന് മുന്നോടിയായി ആനയൂട്ടും ഒരുക്കിയിരുന്നു. അംബേദ്കർ ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ആനയൂട്ടിൽ പങ്കെടുക്കേണ്ട ഗജവീരന്മാരെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. വീടുകളിലും സ്ഥാപനങ്ങളിലും നിലവിളക്കുകൾ തെളിച്ചിരുന്നു. ഹനുമൽ സഹസ്രനാമ പാരായണം, രാമായണ പാരായണം, സംഗീതാർച്ചന, പ്രസാദകൂട്ട് എന്നിവയും ഒരുക്കിയിരുന്നു. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ വിഷു ആഘോഷത്തിൻ്റെ നിറവിൽ. കണിക്കൊന്തയും കണിവെള്ളരിയും ഒക്കെയായി നന്മയുടെ കണിക്കാഴ്ചയൊരുക്കി മലയാളം. യേശുക്രിസ്തു കഴുതപ്പുറത്ത് ജെറുസലമിലേക്ക് പ്രവേശിച്ചതിൻ്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു. വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നുവന്ന വടക്കുപുറത്തുപാട്ടിന്റെ ഭക്തിനിർഭരമായ സമാപനം. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തി. BJPയുടെ ഒരു ഭീഷണിക്കും മുന്നിൽ വഴങ്ങുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് ഭീഷണിയെയും നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ട്. മുനമ്പം വിഷയത്തിൽ സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്നും VD സതീശൻ. മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസ.